നമസ്കാരം. ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. നവതിതമ സർഗ 90-ാം സർഗത്തിലെ 16 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 17 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഭരദ്വാജ മഹർഷി അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ഭരതശത്രുഘ്നന്മാരോട് ചോദിക്കുകയാണ്. ശ്ലോകം 17. അഹം തുതം നരവ്യാഘ്രം ഉപയാതപ്രസാദകഃ പ്രതിനേതുമയോധ്യായാം പാദൗ ചാസ്യാഭിവന്ദിതും തം മാമേവം ഗതം മത്വാ പ്രസാദം കർത്തുമർഹസി ശംസമേ ഭഗവാൻ രാമ ക്വസ്വം പ്രതി മഹീപതിഃ. വസിഷ്ഠാദിഭിർദ്വിഗ്ഭിർയാചിതോ ഭഗവാൻസ്തതഃ ഉവാച തം ഭരദ്വാജ പ്രസാദാത് ഭരതം വചഃ. ത്വയ്യേതത് പുരുഷവ്യാഘ്ര യുക്തം രാഘവവംശജേ ഗുരുവൃത്തിർദമച്ഛൈവ സാധൂനാം ചാനുയായിതാ. ജാനേ ചൈതന്മനസ്തം തേ ദൃഢീകരണമസ്തിത്വി അപൃച്ഛം ത്വാം തവാത്യർത്ഥം കീർത്തിം സമഭിവർദ്ധയൻ. ജാനേ ച രാമം ധർമ്മജ്ഞം സസീതം സഹലക്ഷ്മണം അയം വസതി തേ ഭ്രാത ചിത്രകൂടേ മഹാഗിരൗ. ശ്വസ്തു ഗന്ധാസിതം ദേശം വസാദ്യ സഹമന്ത്രിഭിഃ ഏതം മേ കുരു സുപ്രജ്ഞ കാമം കാമാർത്ഥകോവിദ. തതസ്തഥേത്യേവമുദാരദർശനഃ പ്രതീതരൂപോ ഭരതോ ബ്രവീത് വചഃ ചകാര ബുദ്ധിം ച തദാശ്രമേ തദാ നിശാനിവാസായ നരാധിപാത്മജഃ. 17 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം: അഹം തു തം നരവ്യാഘ്രം ഉപയാതപ്രസാദകഃ പ്രതിനേതുമയോധ്യായാം പാദൗ ചാസ്യാഭിവന്ദിതും. ശ്ലോകം 17-ൻ്റെ അർത്ഥം: ഞാൻ ആ പുരുഷശ്രേഷ്ഠനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ടു വന്ദിച്ച് അദ്ദേഹത്തെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഭരതൻ ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ് അദ്ദേഹം ചോദിച്ചതിന് ഉത്തരം. ശ്ലോകം 18. തം മാമേവം ഗതം മത്വാ പ്രസാദം കർത്തുമർഹസി ശംസമേ ഭഗവാൻ രാമ കുസം പ്രതി മഹീപതിഃ. ശ്ലോകം 18-ൻ്റെ അർത്ഥം: അങ്ങനെയുള്ളവനായ ഈ ഉള്ളവനെ ശരിയായി ഗ്രഹിച്ച് പ്രസാദിച്ച് അനുഗ്രഹിച്ചാലും
മഹീപതിയായ ശ്രീരാമൻ ഇപ്പോൾ എവിടെയാണെന്ന് അരുളി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശ്ലോകം 19. വസിഷ്ഠാദിഭിർയാജിതോ ഭഗവാൻസ്തതഃ ഉവാച തം ഭരദ്വാജ പ്രസാദാത് ഭരതം വചഃ. ശ്ലോകം 19 അർത്ഥം: വസിഷ്ഠാദികളായ ഋത്വിക്കുകളും ഇപ്രകാരം അഭ്യർത്ഥിച്ചപ്പോൾ ഭരദ്വാജൻ സന്തോഷത്തോടെ ഭരതനോട് പറഞ്ഞു. 20-21 ശ്ലോകങ്ങൾ. ത്വയ്യേതത് പുരുഷവ്യാഘ്ര യുക്തം രാഘവവംശജേ ഗുരുവൃത്തൃദമശൈവ സാധൂനാം ചാനുയായിതാ. ജ്ഞാനേ ചൈതന്മനസ്തം ദേ ദൃഢീകരണമസ്ത്വിതി അപ്രച്ഛം ത്വാം തവാത്യർത്ഥം കീർത്തിം സമഭിവർദ്ധയൻ. 20-21 ശ്ലോകങ്ങളുടെ അർത്ഥം: പുരുഷശ്രേഷ്ഠ, ഇത് രഘുകുലത്തിൽ പിറന്നവർക്ക് ചേർന്നത് തന്നെ. ഗുരുജനങ്ങളോടുള്ള ഈ നടപടിയും ആത്മനിയന്ത്രണവും സാധുജനാനുവൃത്തിയും ഭഗവാന്റെ ഈ മനസ്ഥിതിയുമെല്ലാം എനിക്ക് അറിയാം. അതിന് പരക്കെ അറിയത്തക്കവണ്ണം ദൃഢീകരണമുണ്ടാക്കാനും ഭഗവാന്റെ കീർത്തി വർദ്ധിപ്പിക്കുവാനുമാണ് ഞാനിങ്ങനെ ചോദിച്ചത്. ഇപ്പോൾ ഭരതൻ്റെ ആ തെറ്റിദ്ധാരണയെല്ലാം മാറിക്കാണും. ശ്ലോകം 22. ജാനേ ച രാമം ധർമ്മജ്ഞം സസീതം സഹലക്ഷ്മണം അയം വസതി തേ ഭ്രാത ചിത്രകൂടേ മഹാഗിരോ. ശ്ലോകം 22 അർത്ഥം: സീതയോടും ലക്ഷ്മണനോടും കൂടി ധർമ്മജ്ഞനായ രാമൻ എവിടെ കഴിയുന്നുവെന്നും അറിയാം. ചിത്രകൂട മഹാഗിരിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ശ്ലോകം 23. ശ്വസ്തു ഗന്ധാസിതം ദേശം വസാദ്യ സഹമന്ത്രിഭിഃ ഏതം മേ കുരു സുപ്രജ്ഞ കാമം കാമാർത്ഥകോവിദ. ശ്ലോകം 23 അർത്ഥം: ആ പ്രദേശത്തേക്ക് നാളെ പോകാം. മന്ത്രിമാരും മറ്റുമൊത്ത് ഇവിടെ ഇന്ന് വസിക്കുക. എൻ്റെ ഈ അഭീഷ്ടം സാധിപ്പിച്ചാലും. ശ്ലോകം 24. തസ്തഥേത്യവമുദാരദർശനഃ പ്രതീതരൂപോ ഭരതോ ബ്രവീദ്വചഃ ചകാര ബുദ്ധിം ച തദാശ്രമേ തദാ നിശാനിവാസായ നരാധിപാത്മജഃ. അപ്പോൾ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞ് ഉദാരദർശനനും പുകഴ് പെറ്റവനുമായ ഭരതൻ ആ ആശ്രമത്തിൽ രാത്രി വസിക്കാൻ നിശ്ചയിച്ചു. സർഗം 90 സമാപിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.